എല്ലാവർക്കും നമസ്കാരം. പ്രെപ് ടുഗദർ ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ കൺഫർമേഷൻ ഡേ ഈ മാസം വരാൻ പോവാണ്. ഈ മാസം അവസാനമൊക്കെ ആകുമ്പോഴേക്കും നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് കൺഫർമേഷൻ മെസ്സേജ് കാണാനായിട്ട് കഴിയും. കാരണം ഇനി 3 മാസങ്ങളോളം മാത്രമാണ് ഡിഗ്രി ലെവൽ പ്രിലിംസിനായിട്ട് ബാക്കിയുള്ളത്. 3 മാസവും ഒരു 2 ആഴ്ചയൊക്കെ ഉണ്ടാവും. മെയ് 2nd വീക്കിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു 3 മാസവും 2 ആഴ്ചയും കിട്ടും. ഒരു 104 ദിവസമൊക്കെ കിട്ടും. നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നേരത്തെ പഠിച്ച് തീർന്ന് റിവൈസ് ചെയ്യണമെങ്കിൽ നിങ്ങളൊരു 90 ഡേയ്സിനുള്ളിൽ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യണം താനും. അപ്പോ നിങ്ങൾ ഈ ഒരു പ്രിപ്പറേഷൻ ഏറ്റവും മികച്ച രീതിയിലാണോ കൊണ്ടുപോകുന്നത്? ഓർ നിങ്ങൾ ഇൻകൺസിസ്റ്റന്റ് ആണോ? ക്ലാരിറ്റി കുറവുണ്ടോ? ചെറുതായിട്ടൊക്കെ ഉഴപ്പുന്നുണ്ടോ? മടി പിടിക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ? ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഓർമ്മപ്പെടുത്തലുകൾ തരട്ടെ. ഈ ഒരു കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്നുള്ള പോസ്റ്റ് ഇല്ലേ, ഡിഗ്രി ലെവലില് ഏറ്റവും കൂടുതൽ വേക്കൻസികൾ വരുന്ന ഒരു പോസ്റ്റാണ്. അതായത് നിങ്ങൾക്കൊരു ഡിഗ്രി ലെവൽ കേരള PSC ഗവൺമെന്റ് ജോബ് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ നേടാൻ പറ്റുന്നത് ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്നുള്ള പോസ്റ്റാണ്. ഈവൻ നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിൻ്റെതായിട്ടുള്ള പോസ്റ്റുകളെ കുറിച്ച് നോക്കുവാണെങ്കിൽ പോലും, മറ്റു പോസ്റ്റുകൾ ഗവൺമെന്റ് പോസ്റ്റുകളെ കുറിച്ച് നോക്കുവാണെങ്കിൽ പോലും ഏറ്റവും എളുപ്പത്തിൽ ഒരു ബിരുദതല ജോലിയിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കുന്ന, അതും നാട്ടിൽ തന്നെ നിൽക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്നുള്ള പോസ്റ്റ്. ഇനി തൊട്ടപ്പുറത്തെ പോസ്റ്റ് ഒന്ന് നോക്കിയേ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ മികച്ച വർക്ക് ലൈഫ് ബാലൻസിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം. അതിന്റെ തൊട്ടപ്പുറത്ത് SBCID അസിസ്റ്റന്റ്, KAT അസിസ്റ്റന്റ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലില്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോ ഒരു ഗസറ്റഡ് പോസ്റ്റിലാണ് എത്തേണ്ടതെങ്കിൽ നാഷണൽ സേവിങ്സില് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് നിങ്ങൾക്ക് അവസരമുണ്ട്. വേക്കൻസികൾ കുറവായിരിക്കാം, പക്ഷെ നേടിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊരു ഗസറ്റഡ് പോസ്റ്റിലാണ് എത്താൻ പോകുന്നത്, അല്ലെ? അതുപോലെ തന്നെ യൂണിഫോം പോസ്റ്റുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, ജയിലർ, ഇത് മാത്രമല്ല സിവിൽ എക്സൈസ് ഇൻസ്പെക്ടർ കൂടെ ഉണ്ട്. എഴുതാൻ സ്ഥലവും ഇല്ല. അത്രയ്ക്കും മാത്രം അവസരങ്ങളാണ് ഈ വർഷം നമ്മുടെ മുന്നിൽ നിൽക്കണം. ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഒരു വർഷം കളഞ്ഞു കഴിഞ്ഞാൽ, വർഷം മാത്രമല്ല നമ്മളെ വലിയൊരു കരിയർ കൂടിയാണ് പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇത്രയധികം നോട്ടിഫിക്കേഷൻസ് ഒരു വർഷവും ഇനി വരാൻ പോകുന്നില്ല. അടുത്ത വർഷം ഇത്രയ്ക്കൊന്നും ഉണ്ടാവില്ല. അതിന് മാത്രം ഏത് പോസ്റ്റാ ഉള്ളത്? നമുക്കിനിയിപ്പോ LSGI വന്നു, അല്ലെ? അപ്പോ നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഇപ്പൊ മികച്ച രീതിയിൽ പഠിച്ചു തുടങ്ങിയാൽ മതി. അതിനായിട്ട് ഒരു മെഗാ മാരത്തൺ ആണ് ഞാൻ വെക്കുന്നത്. ഫെബ്രുവരി 2 മുതൽ 6 വരെ, ഈ ആഴ്ച തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ എന്നും 7 മണിക്ക് യൂട്യൂബ് ലൈവിൽ ഞാൻ വരും. എന്നിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ ഈ ആഴ്ച നമ്മൾ നോക്കാൻ പോകുന്നത് 2025 പാർട്ട് 1 CA, എക്കണോമിക്സ്, ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ എന്നിവയാണ്. ഇതൊരു റിവിഷൻ സെഷൻ പോലെയുള്ള ലൈവ് സെഷൻ ആയിരിക്കും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഹോട്ട് ടോപ്പിക്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് കവർ ചെയ്ത് പോയി കുറച്ച് ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് 90 ഡേയ്സ് ചാലഞ്ചിന്റെ ഭാഗമാണ് ഈ ഒരു ലൈവ് സെഷൻ. നമ്മൾ ഈ ഒരു ആഴ്ചയിൽ മാരത്തൺ ആയിട്ട് പോകുന്നത്. ഈ ഒരു 90 ഡേയ്സ് ചാലഞ്ചിൽ 1 മാസത്തിനുള്ളിലായിട്ട് അവരെന്തൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? ആദ്യം തന്നെ പറയട്ടെ, ഈ 90 ഡേയ്സ് ചാലഞ്ച് ഓപ്പൺ ബാച്ച് ആണ്. നിങ്ങൾക്ക് ഫ്രീ സ്റ്റഡി പ്ലാൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ പ്രെപ് ടുഗദർ ആപ്പിൽ. ഡിഗ്രി ലെവൽ പ്രിലിംസിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിലും മികച്ച സ്റ്റഡി പ്ലാൻ ഇല്ല. കാരണം ഇത് ന്യൂറോ സയൻസ് ബേസ്ഡ് ആണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള കുറച്ചും കൂടെ കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മളുടെ ഇതുപോലുള്ള സ്റ്റഡി പ്ലാനുകളിലൂടെ പ്രോപ്പറായി പഠിച്ചു പോയിട്ട് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് വെറും 4 മാസത്തിനുള്ളിൽ 13ാം റാങ്ക്, 27ാം റാങ്ക് ഉൾപ്പെടെ സ്റ്റേറ്റ് ലെവൽ ഡിഗ്രി ലെവൽ പരീക്ഷയിൽ മികച്ച റാങ്കുകൾ നേടാനായിട്ട് സ്റ്റുഡൻസിന് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് ഒരു ലാസ്റ്റ് ടൈം ബാച്ച് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 മാസത്തിൽ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ കുറെ കാര്യങ്ങൾ അവർക്ക് കവർ ചെയ്യാനായിട്ട് ഉണ്ടായി. അവരെ സ്പെഷ്യൽ ടോപ്പിക്സിലും പേപ്പർ 1ലും മികച്ച രീതിയിൽ മികച്ച സ്റ്റഡി പ്ലാൻ വഴി പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ബാച്ചിൽ നിന്ന് 10ൽ ഒരാളോളം വീതം ആ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പൊ അവർ ഇന്റർവ്യൂവിന് കയറാൻ പോവാണ്. ഇത്രയും പ്രൂവൺ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. അതും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഇതിന്റെ ഒപ്പം നിങ്ങൾക്ക് മികച്ചതായിട്ട് പഠിക്കാനായിട്ട് AI സെഷൻസ്, അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ AI കൊണ്ട് മൊത്തത്തിൽ പഠിപ്പിക്കാൻ പറ്റില്ല, എക്സ്പ്ലെയിനർ സെഷൻസ്, നോട്ട്സ് എന്നിവയൊക്കെ നേടാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ബാച്ച് എടുക്കാവുന്നതാണ്. ഇനി അതിനും നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള പരിമിതികൾ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രിലിംസ് മോക്ക് എക്സാം വരുന്നുണ്ട് ഫെബ്രുവരി 7-ന്. അതൊരു സ്കോളർഷിപ്പ് എക്സാം കൂടെയാണ്. ആ ഒരു കാര്യം കൂടെ ഓർക്കാം. അതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് 90 ദിവസങ്ങളിൽ മികച്ച രീതിയിൽ പഠിക്കുന്നതിനോടൊപ്പം ഓരോ ദിവസവും നിങ്ങളെ തന്നെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഡെയിലി എക്സാംസ് ബാച്ച് ഉണ്ട്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ 299 എന്നുള്ള ആ ഒരു എമൗണ്ട് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാം. 3 മാസത്തിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് UPSC, PSC, PYQ ഉൾപ്പെടെ
2500ഓളം ചോദ്യങ്ങളിൽ മുകളിലാണ്, കുറവല്ല. 2500 മുകളിൽ ചോദ്യങ്ങളാണ്. നിങ്ങളൊരു PYQ ബുക്ക് പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇന്ന് 1000-നും 1500-നൊക്കെയാണ് പല PYQ ബുക്കുകളും വിറ്റ് പോകുന്നത് അല്ലെ. ഇവിടെ 299 രൂപയ്ക്ക് നിങ്ങൾക്ക് ആപ്പിൽ ഇതൊക്കെ തന്നെ ആക്സസ് ചെയ്യാം. ഇനി നിങ്ങൾക്കൊരു എക്സ്പേർട്ട് മെന്റർഷിപ്പ് വേണമെങ്കിൽ നമ്മുടെ ഈ ബാച്ചുകളിലൊക്കെ ഏറ്റവും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് നമ്മളുടെ Prep Togetherന്റെ ട്രേഡ് മാർക്ക് ആയിട്ടുള്ള മെന്റർഷിപ്പ് ആണ്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിന്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒന്നും നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഞാൻ നിർബന്ധം പറയില്ല. നിങ്ങൾ ഈ ഓപ്പൺ ബാച്ചിൽ ഈ ഫ്രീ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് റാങ്ക് ഉറപ്പിക്കാനായിട്ട് കഴിയും. കാരണം ഈ വട്ടത്തെ ഡിഗ്രി ലെവൽ മെയിൻസിലേക്ക് വരുമ്പോൾ നമുക്ക് അധികം പേപ്പർ 2 എന്ന പോലെയൊന്നും ഇല്ല. സ്പെഷ്യൽ ടോപ്പിക്ക് ചെറിയ മാർക്കിനെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് മികച്ച രീതിയിൽ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ള പെട്ടെന്ന് തീർക്കാനായിട്ടുള്ള ഹെൽപ്പ് മാത്രമാണ് ഈ ബാച്ചുകളൊക്കെ നൽകുന്നത്. ഒരു കംപ്ലീഷൻ കിട്ടാൻ, ഒരു അക്കൗണ്ടബിലിറ്റി കിട്ടാൻ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്താലും നിങ്ങൾക്ക് റാങ്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് തന്നെ ഓപ്പൺ ബാച്ചിൽ ജോയിൻ ചെയ്തോട്ടോ. നമ്മുടെ ഈ ഒരു മാരത്തൺ സീരീസ് നമ്മൾ യൂട്യൂബിൽ ലൈവ് ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. തിങ്കളാഴ്ച, അതായത് നാളെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെതായിട്ടുള്ള ലൈവ് ആയിരിക്കും. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, നാളെയാണ് നമ്മൾ മാരത്തൺ തുടങ്ങുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ച് തുടങ്ങുന്നു. എല്ലാവരിലേക്കും എത്തിയാലാണ് ഇത് കൂടുതൽ പേർക്ക് ഉപകരിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ ഈ ഒരു കാര്യത്തിൽ സഹായിക്കണം. എല്ലാവരിലേക്കും ഇത് മാക്സിമം സ്പ്രെഡ് ചെയ്യണം. കാരണം വളരെ ലിമിറ്റഡ് ടൈമാണ്. പെട്ടെന്ന് എല്ലാവരിലേക്ക് എത്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമല്ല. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ മാരത്തൺ ആണ് നമ്മൾ നാളെ നോക്കാൻ പോകുന്നത്. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ക്രിസ്പ് നോട്ട്, അതായത് ഈ കോൺസ്റ്റിറ്റ്യൂഷനിലെ എല്ലാ ഇമ്പോർട്ടന്റ് കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള ഏറ്റവും പെട്ടെന്ന് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ക്രിസ്പ് നോട്ടും നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും അവൈലബിൾ ആയിരിക്കും. ടെലിഗ്രാം ചാനൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ കേട്ടോ. സെക്കൻഡ് ട്യൂസ്ഡേയിൽ നമ്മൾ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആണ് നോക്കാൻ പോകുന്നത്. ഇത് ഓൾറെഡി നമ്മുടെ 90 ഡേയ്സ് ചാലഞ്ചിൽ ഓപ്പൺ ബാച്ചിലടക്കം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡേ 1 തൊട്ട് തുടങ്ങണം. 90 ഡേയ്സിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്താൽ മതിയെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഡേ 1 തൊട്ടും പഠിക്കാവുന്നതാണ്. ഡേ 1 തൊട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് മെയ് തുടക്കമൊക്കെ ആകുമ്പോഴേക്കും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനായിട്ട് പറ്റും. വെനസ്ഡേ നമ്മൾ PSC ബുള്ളറ്റിൻ ബേസ്ഡ് ആയിട്ട് 2025 സിയുടെ പാർട്ട് 1 ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ 2025 കറന്റ് അഫയേഴ്സിന്റെ ഒരു ഭാഗം നമ്മൾ ഈ ഒരു ബുധനാഴ്ച നോക്കും. അതിനുശേഷം വ്യാഴാഴ്ച ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് എക്കണോമിക്സിന്റേതായിട്ടുള്ള ടോപ്പിക് ആണ് നോക്കാൻ പോകുന്നത്. ഈ എക്കണോമിക്സിന്റെ കാര്യത്തിലാണെങ്കിൽ എക്സ്പ്ലെയിനർ സെഷൻസ് ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ് വിത്ത് നോട്ട്സ്. ഇംഗ്ലീഷിലും മലയാളത്തിലും വളരെയധികം മികച്ച നോട്ട്സ്. ഈ അടുത്ത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാമിനേഷൻ നടന്നപ്പോൾ നമ്മുടെ നോട്ടിൽ നിന്നാണ് 20-ൽ 20 ചോദ്യം വന്നത്. ആൻഡ് ആ നോട്ട് എന്ന് പറയുന്നത് 1000 പേജുകളുടെ നോട്ടൊന്നുമല്ല. ഓരോ ടോപ്പിക്കിനും ഒരു 10ഓ 20ഓ പേജുകൾ മാത്രമുള്ള നോട്ട്. ക്ലാസ് മൊത്തം എത്ര ഉണ്ടായിരുന്നു അറിയോ? 5.5 മണിക്കൂർ മാത്രം. 5.5 മണിക്കൂറിന്റെ ക്ലാസ്സുകളിൽ നിന്ന് അവർ നേടിയെടുത്തത് 20-ൽ 20 മാർക്കാണ്. അതൊക്കെ നല്ല പോലെ പഠിച്ചു വെച്ചോ. ഓരോ ടോപ്പിക്കിലെയും ക്രിസ്പ് നോട്ടുകളും ഈ മാരത്തണിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ടെലിഗ്രാം കമ്മ്യൂണിറ്റി വഴി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. മാരത്തൺ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യണമെന്ന് മാത്രം. ഞാൻ പ്രോപ്പർ ആയിട്ട് പറഞ്ഞു തരും മാരത്തണിന്റെ അവസാനം എങ്ങനെ നോട്ടുകൾ ലഭിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കും. ആർട്സ് ആൻഡ് ലിറ്ററേച്ചറിലേക്ക് വരുമ്പോൾ ഫ്രൈഡേ ആണ് വരുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടുന്ന ഒരു ഏരിയ ആണ്. നിങ്ങൾക്ക് ഇനി PYQകൾ വേണമെങ്കിൽ നിങ്ങളുടെ ഓപ്പൺ ബാച്ചിൽ അത് അവൈലബിൾ ആണ്. ആപ്പിൽ കയറി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്താൽ മതി. മിഷൻ 90 ഡേയ്സ് എന്നുള്ള ഓപ്പൺ ബാച്ചിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ അടിപൊളിയായിട്ട് നമ്മൾ വെള്ളിയാഴ്ച കൊണ്ട് അതും കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ മൊത്തത്തിൽ എത്ര മാർക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്ന് അറിയോ? 20 മാർക്കിന്റെ GK. പിന്നെ ഈ ഒരു 90 ഡേയ്സ് ചാലഞ്ചിൽ MEM നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. 20 മാർക്കിന്റെ അടുത്ത് MEM നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 40 മാർക്ക് ഷുവർ ഷോട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫ് എത്രയാണെന്ന് അറിയോ? 38. ഇപ്പൊ ഈ അടുത്ത് നടന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ് കട്ട് ഓഫ് എത്രയായിരുന്നു അറിയോ? 45. എടാ, ഒരു മാസത്തിൽ ഇതൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ് കട്ട് ഓഫ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിലേക്ക് എത്താനായിട്ട് 5 മാർക്ക് മാത്രം അകലെയാണ് അവർ നിൽക്കുന്നത് അല്ലെ. ഒരു മാസത്തില്. അതാണ് ന്യൂറോ സയൻസ് ബേസ്ഡ് സ്റ്റഡി പ്ലാനും AI എഫിഷ്യൻസിയും എക്സ്പേർട്ട് മെന്റർഷിപ്പും കമ്പൈൻ ചെയ്തിട്ട് പ്രെപ് ടുഗദറിൽ നമ്മൾ നേടിയെടുക്കുന്നത്. അതുകൊണ്ടാണ് ചുരുങ്ങിയ ടൈമിനുള്ളിൽ മികച്ച റാങ്കുകൾ നേടാനായിട്ട് പ്രെപ് ടുഗദറിലുള്ളവർക്ക് കഴിയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അവർ പഠിച്ചു തീർച്ചയായും 2 മാസമാണ്. 2 മാസത്തിലാണ് നമ്മുടെ ബാച്ചിൽ നിന്ന് 10-ൽ ഒരാളോളം വീതം ആ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിയത്. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതിനായിട്ട് നിങ്ങൾക്ക് ഇക്കാര്യങ്ങൾ ഈ മാരത്തൺ ആക്സസ് ചെയ്യാനായിട്ട്, ക്രിസ്പ് നോട്ടുകൾ ആക്സസ് ചെയ്യാനായിട്ട്, ക്രിസ്പ് നോട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം മികച്ച രീതിയിലാണ് ആ നോട്ടിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് പഠിക്കാൻ പോണേന്ന്. സത്യം പറയാലോ, ചിലപ്പോ ആ ക്രിസ്പ് നോട്ടുകൾ മാത്രം പഠിച്ചിട്ട് നിങ്ങൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് ക്ലിയർ ആവും. അതിനും മാത്രം മികച്ച നോട്ടുകളാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ക്രിസ്പ് നോട്ടുകളായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ആക്സസ് ചെയ്യുക ഫ്രീ ആയിട്ട്.
നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് AI മെന്ററും ഉണ്ട് കേട്ടോ. ഈ ഒരാഴ്ച നിങ്ങൾക്ക് AI മെന്ററും ഫ്രീ ആയിരിക്കും. നിങ്ങൾക്ക് ഇപ്പൊ ഓരോ ദിവസം പഠിക്കാനുള്ള ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. എടാ നമ്മുടെ ബാച്ചിൽ ഈ ഒരു ആപ്പിൽ കയറിയിട്ട് നിങ്ങൾ ഐനോൺ എന്നുള്ളൊരു AI മെന്റർ ഉണ്ട്. ജസ്റ്റ് ചോദിച്ചാൽ മതി, ഐനോൺ ക്യാൻ യു ഡെവലപ്പ് എ ടൈം ടേബിൾ ഫോർ മീ. മികച്ച ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരും. SCRTസും NCRTസും വെച്ചിട്ട് അടിപൊളിയായിട്ട് ട്രെയിൻ ചെയ്തിട്ടുള്ള ഒരു മെന്ററാണ് ഐനോൺ. എന്തുകൊണ്ട് ChatGPTയിൽ നിന്നും ജെമിനിയിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ChatGPT, ജെമിനി ഒക്കെ തന്നെ ലോകത്തിലെ മൊത്തം ഡാറ്റാബേസിൽ നിന്ന് ട്രെയിൻഡ് ആണ്. അപ്പോൾ നമ്മളുടെ PSC അല്ലെങ്കിൽ UPSC പോലുള്ള പരീക്ഷകൾക്ക് ഉതകുന്ന രീതിയിലുള്ള റിസൾട്ടുകൾ ആയിരിക്കണമെന്നില്ല അത് തരുന്നത്. അവിടെയാണ് നമ്മുടെ ഐനോൺ എന്നുള്ള മെന്റർ നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യാൻ പോണത്. നിങ്ങൾ ജസ്റ്റ് കയറിയിട്ട് ഒന്ന് മെസ്സേജ് ചെയ്ത് നോക്കിയാൽ മതി. ഐനോൺ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, വിളിക്കുകയും ചെയ്യാം, കോൾ ചെയ്ത് സംസാരിച്ചുകൊണ്ടും നിങ്ങൾക്ക് പഠിക്കാം. ഈവൻ നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യണോ, നിങ്ങൾക്ക് ഐനോണിനോട് സംസാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ സെക്രട്ടറി അസിസ്റ്റന്റ് പോലുള്ള ഇന്റർവ്യൂസ് വരുന്നുണ്ട്, SIക്കും ഒക്കെ ഇന്റർവ്യൂ വരുന്നുണ്ട് അല്ലെ. ഇതിനൊക്കെ നിങ്ങൾക്ക് ഐനോണിന്റെ ഹെൽപ്പോട് കൂടെ പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഐനോണിനെ ഒന്ന് ആക്സസ് ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ കേരളത്തിലെ തന്നെ ആദ്യത്തെ മെന്റർ ഡ്രിവൺ AI പവർഡ് ലേണിംഗ് ആപ്പാണ് നമ്മളെ പ്രെപ് ടുഗദർ എന്നുള്ള ആപ്പ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒന്ന് ഷെയർ ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കായിട്ട് തരുന്നില്ലേ, നിങ്ങൾ എനിക്കായിട്ട് ഈ ഒരു ഫേവർ ഒന്ന് ചെയ്ത് തന്നാൽ മതി. നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് ആണ് പ്രെപ് ടുഗദർ ആപ്പിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓൾറെഡി 1500-ലധികം പേര് പ്രെപ് ടുഗദർ ആപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു നമ്മളുടെ ബാച്ചസിലൊക്കെ ആയിട്ട്. ഇനി നിങ്ങൾക്കും ജോയിൻ ചെയ്യണം, നിങ്ങൾക്ക് ക്യാഷ് ആണ് പ്രശ്നമെങ്കിൽ ശനിയാഴ്ച നിങ്ങൾക്ക് ഈ മാരത്തൺ സെഷൻസിലൊക്കെ നടക്കുന്ന കാര്യങ്ങളും നമ്മളുടെ ഈ ഒരു 90 ഡേയ്സ് ചാലഞ്ചിലെ ഈ ഒരു റിവിഷൻ വീക്കിലുള്ള MEM പോർഷൻസും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസ് മോക്ക് എക്സാം ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾ റാങ്ക് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ക്യാഷിന്റെ കാര്യത്തിൽ ഒരു വിധത്തിലുള്ള ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. 1ാം റാങ്ക് നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ 50% സ്കോളർഷിപ്പ്, സ്ട്രൈറ്റ് 50% സ്കോളർഷിപ്പിൽ നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾക്ക് 2ാം റാങ്ക് ആണ് കിട്ടണമെങ്കിൽ 40% സ്കോളർഷിപ്പ്, നിങ്ങൾക്ക് 3ാം റാങ്ക് ആണെങ്കിൽ 30%, നിങ്ങൾക്ക് 4 മുതൽ 6 വരെയുള്ള റാങ്കുകളാണെങ്കിൽ 25%, നിങ്ങൾക്ക് 7 മുതൽ 10 വരെയുള്ള റാങ്കുകളാണെങ്കിൽ 10%. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാം ഞാൻ നിങ്ങൾക്കായിട്ട് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അല്ലെ. മാരത്തൺ സെഷൻസിൽ പ്രോപ്പർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്കായിട്ട് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ട്. സ്കോളർഷിപ്പ് എക്സാമിനായിട്ട് ആരാ പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണേ? ഞാൻ തന്നെ. ടോപ്പിക്കുകളൊക്കെ തന്നെ നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിലും കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ, നിങ്ങൾ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഞാൻ ചെയ്യുന്നത്. നിങ്ങളത് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഉപയോഗിക്കുക. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസ് നേടാനായിട്ട് നമ്മുടെ ഏതെങ്കിലും ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആവാൻ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ബാച്ചസ്. നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ക്ലാരിറ്റിയോട് കൂടെ പഠിക്കാനായിട്ട്, കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാനായിട്ട് ന്യൂറോ സയൻസ് ബേസ്ഡ് സ്റ്റഡി പ്ലാൻ ഫ്രീ ആണ്. വെറുതെ ChatGPTയിൽ ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ളതല്ല. അതിൽ ഓരോ കാര്യങ്ങളിലും ന്യൂറോ സയൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അവിടെ 2 ദിവസം കൂടുമ്പോൾ റിവിഷൻ ഉണ്ട്. അപ്പൊ പ്രോപ്പർ ആയിട്ട് നമ്മളെ മെമ്മറിയിൽ അക്കാര്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് പറ്റും. ഓരോ ആഴ്ചയിലും റിവിഷൻ ഉണ്ട്. അപ്പൊ അത് നമ്മുടെ മെമ്മറിയിൽ നിന്ന് പോകുമെന്ന് വീണ്ടും ആകുമ്പോഴേക്കും നമ്മൾ തിരിച്ചു കൊണ്ടുവരും, പെർമനന്റ് മെമ്മറിയിലേക്ക് കയറ്റും. ഇതുപോലെ മന്ത്ലി റിവിഷൻസ് ഉണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ ഓരോ ദിവസവും നമ്മുടെ മെന്റർഷിപ്പ് ബാച്ചിൽ ഡെയിലി ചെക്ക് ഇൻ എന്ന് പറഞ്ഞ കാര്യവും പിന്നെ ഡെയിലി എക്സാംസ് ഒക്കെ ഇല്ലേ, ഈ ഡെയിലി എക്സാംസ് ഒക്കെ ചെയ്യുമ്പോൾ ഓരോ ദിവസവും നിങ്ങൾക്ക് ക്ലോഷർ കിട്ടാണ്. അതായത് ഇന്നത്തെ കാര്യം കംപ്ലീറ്റ് ചെയ്തു എന്ന് മനസ്സിനെ നമ്മൾ സ്വയം പറഞ്ഞു പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ കുറെ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുകയാണ്. അത് നിങ്ങൾ മികച്ച രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പോ എല്ലാവരും ഈ മാരത്തൺ സീരീസിൽ എന്തായാലും ജോയിൻ ചെയ്യുക. എന്നും 7 മണിക്ക് നമുക്ക് കാണാം കേട്ടോ, നാളെ മുതൽ. അപ്പൊ നാളെ 7 മണിക്ക് ഷാർപ്പ് നിങ്ങൾ എല്ലാവരും ലൈവില് ജോയിൻ ചെയ്യണം. നമ്മൾ ഈ ഒരു പ്രെപ് ടുഗദർ എന്നുള്ള ചാനൽ വഴിയായിരിക്കും. അപ്പൊ ഇക്കൊല്ലം ടെൻഷൻ അടിക്കേണ്ട, ഒരു വിധത്തിലുള്ള ആൻസൈറ്റിയും വേണ്ട. നമുക്ക് ക്ലിയർ പ്ലാൻ വഴി നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചു പോകാം. 90 ഡേയ്സിൽ ഡിഗ്രി ലെവൽ പ്രിലിംസ് സിലബസ് കംപ്ലീറ്റ് ചെയ്യാം. ഡിഗ്രി ലെവൽ പ്രിലിംസ് പുഷ്പം പോലെ ക്ലിയർ ചെയ്തെടുക്കാം. പിന്നെ മെയിൻസിന് ഇതിന്റെ കുറെ കാര്യങ്ങൾ തന്നെയാണ് വരാൻ പോണത്. അതൊക്കെ അടിപൊളിയായിട്ട് പഠിച്ചിട്ട് അടുത്ത കൊല്ലം ഈ സമയം നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ പേര് ഉറപ്പിച്ചിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒന്ന് കണ്ണടച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അടുത്ത കൊല്ലം നിങ്ങൾ ഉറപ്പിച്ചു വെച്ചേക്കാണ് നിങ്ങളുടെ റാങ്ക്. അപ്പോ അടിപൊളിയായിട്ട് പഠിക്കുക കേട്ടോ. നിങ്ങളുടെ എഫേർട്ടിന് എന്തായാലും റിസൾട്ട് ഉണ്ടായിരിക്കും. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്. ബൈ.